ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു യാത്ര പോവാം കേട്ടോ. ഒരു ഈവനിങ് സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏട്ടൻ ഏത് സമയവും ഞങ്ങളെ പറഞ്ഞിങ്ങനെ ഇളക്കുന്ന ഒരു സംഭവമാണ് ഈ കപ്പയും ബോട്ടിയില്ലേ. അത് നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോകാറുണ്ട്. ഇവിടെ ഞങ്ങളെ തൊട്ടടുത്ത് തന്നെ ഒരു കട ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഭയങ്കര ടേസ്റ്റാണ്, നല്ല രസമാണ്, നല്ലതാണ്, അങ്ങനെ ഇങ്ങനെയാണ് ഞങ്ങളങ്ങനെ ഇളക്കും കേട്ടോ. അപ്പോൾ ഒരു ദിവസം പിടിച്ച പിടിയാൽ അവരെ കയ്യും പിടിച്ച് ഞങ്ങൾ കൊണ്ടുപോയിട്ടോ ഒന്ന് കഴിക്കുക വെച്ചിട്ട്. ചേട്ടനാണെങ്കിലോ ഭയങ്കര സ്പീഡിലായിട്ട് അത് ഉണ്ടാക്കി തരുന്നത്. അങ്ങനെ നമ്മളെ സാധനം എത്തിയിട്ടോ. നല്ല ചൂടുണ്ട് കേട്ടോ. അവരിപ്പം ഉണ്ടാക്കി തന്നുകൊണ്ട് നല്ല ചൂടുണ്ട്. അതേപോലെ ഡെക്കറേഷന് വേണ്ടി അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഇങ്ങനെ ഉള്ളി ഇങ്ങനെ അരിഞ്ഞിട്ടണം കേട്ടോ. ഇത് ചെറിയൊരു കടയാണ് കേട്ടോ. പക്ഷേ ഏത് സമയം ഇവിടെ നിറച്ച ആൾക്കാരുണ്ടാവും. ഇതിൻ്റെ മുന്നേ ഒരു വട്ടം ഞങ്ങൾ വന്നിട്ട് കഴിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ലായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ. അത്രയും ടേസ്റ്റാണ് കേട്ടോ ഇവർ ഉണ്ടാക്കി തരുന്നതിന്. അങ്ങനെ നല്ല കട്ടൻ ചായയും ബോട്ടിയും പൂളയും കൂടിയും കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ ചെറിയൊരു സ്നാക്സൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് കുറച്ച് പച്ചക്കറി വാങ്ങാനാണ് കേട്ടോ. ഈ ബുധനാഴ്ച ശനിയാഴ്ചയൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെ തൊട്ടടുത്ത് കുറച്ച് പച്ചക്കറി ഇങ്ങനെ റോഡ് സൈഡിൽ ഉണ്ടാവും കേട്ടോ. അവിടെ നല്ല പച്ചക്കറി ആവും കേട്ടോ, നല്ല സാധനങ്ങളാവും. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പച്ചക്കറി വാങ്ങി കേട്ടോ. അങ്ങനെ പച്ചക്കറിയൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ നേരെ പാണ്ടിക്കാട് ടൗണിലെത്തിയിട്ടോ. പാണ്ടിക്കാട് ടൗണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാവിലെ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഒരു 6 മണിക്ക് ശേഷം ഉണ്ടല്ലോ, ഒരു 5:30-6 മണി ടൈം ആയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് കിടന്ന് പോകാൻ വേണ്ടി നമ്മൾ അധികം ബുദ്ധിമുട്ടേണ്ടി വരും. പിന്നെ എൻ്റെ ഫോണിന് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നേരാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്ഥിരം കടയായ സെല്ലോകോമിൽ പോയിട്ടോ. പിന്നെ ഫോണൊക്കെ നേരാക്കി. പിന്നെ എന്തായാലും ടൈം വൈകിട്ടോ. എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ 8:30-9 മണിയായി. എന്നാൽ പിന്നെ ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള ബ്രദേഴ്സിൽ കയറിയിട്ടോ. അപ്പൂസും ആളും കൂടിയും ചെന്നപാടെ തന്നെ അവിടെ ഷവായി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം കേട്ടോ. അവിടെ കുറേ നേരം നോക്കി നിന്നിട്ടോ. അവരെന്താ നോക്കണമെന്നുള്ളത് അവർക്ക് തന്നെ അറിയുള്ളൂ. മാളു അങ്ങനെ ഷവായ കുറച്ച് നേരം ഞങ്ങൾ നോക്കി കേട്ടോ കുട്ടികളുടെ കൂടെ. അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിട്ടോ. നല്ലൊരു ഹോട്ടലാണ് കേട്ടോ. അതായത് ഞങ്ങളെ പാണ്ടിക്കാട് ടൗണിൽ വെച്ചിട്ട് വലിയ റിച്ച് ഹോട്ടലാണെന്നൊന്നും പറയണില്ല. പക്ഷേ ഉള്ളത് വെച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് ഡെക്കറേഷൻ ആണെങ്കിലും അവരുടെ എന്താ പറയുക ആ ഒരു ആംബിയൻസ് ആണെങ്കിലും എല്ലാം നല്ല രസമാണ് കേട്ടോ. ഒക്കെ ഈ ഇലകളില്ലേ, പ്ലാസ്റ്റിക് ആണെങ്കിലും ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് തോന്നും. പ്ലാസ്റ്റിക് ആണ്, അതായത് ഒറിജിനൽ അല്ല എന്നുണ്ടെങ്കിലും കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ടോ. നമ്മൾ വരുന്ന ആൾക്കാരെ ഇവിടെ പിടിച്ചിരുത്താൻ പറ്റിയ ഒരു ഡെക്കറേഷൻ അല്ലേ, അങ്ങനെ ഒരു സംഭവം കേട്ടോ അവിടെ ഉള്ളത്. നമുക്ക് ഭക്ഷണം കഴിച്ച് ഇറങ്ങി പോകുമ്പോൾ ആ ഒരു പ്രത്യേക ഒരു സന്തോഷം കേട്ടോ അവിടെ നിന്ന് വരിക. എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നിയൊരു അഭിപ്രായമാണ് കേട്ടോ. എനിക്ക് ഞങ്ങൾ ഈ പാണ്ടിക്കാട് ടൗണിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു പ്ലേസാണ് കേട്ടോ അത്. അങ്ങനെ ഞങ്ങൾ ഐറ്റംസ് എത്തി കേട്ടോ. ഏട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ മധുഹൂത്താണ് കേട്ടോ. പക്ഷേ അത് എന്തോ നല്ല പേഴ്സണലി എനിക്ക് വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് ഏട്ടനും മധുഹൂത്തും അതുപോലെ തന്നെ മന്തി പീസാണ് കേട്ടോ. മന്തി പീസാണ് ഏട്ടന് അധികം ഇഷ്ടം. അപ്പോൾ അതും വാങ്ങി. ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങൾ ഫുൾ മന്തിയുടെ ആളാണ്. അപ്പോൾ മന്തീൻ്റെ റൈസ് എനിക്കിഷ്ടമാണ്, പക്ഷേ പീസ് എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്ക് കുട്ടികൾക്കും താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മന്തീൻ്റെ റൈസും അതുപോലെ തന്നെ ഷവായിയാണ് ഞങ്ങൾ ഏറ്റവും ഫേവറേറ്റ് ഭക്ഷണം കേട്ടോ. എൻ്റേതാണെങ്കിലും മക്കളതാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. അതും അവിടെ എന്ന് പറഞ്ഞാൽ മസാല ഷവായി ഉണ്ടോ, അയ്യോ എന്താ പറയുക, ഇത്രയും ടേസ്റ്റൊക്കെ ഇതിനുണ്ട് എന്നുള്ളത് നമുക്ക് അവിടെ പോയാൽ കേട്ടോ മനസ്സിലാവുക. നല്ല മസാല, അത്രയും നല്ല മസാല. അതേപോലെ തന്നെ അവിടെയുള്ള സാലഡ് തരും കേട്ടോ. ഒരു പ്രത്യേക തരം സാലഡാണ് കേട്ടോ അത്. നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ എവിടുന്നും അതേപോലെ സാലഡ് കഴിച്ചിട്ടില്ല. പിന്നെ 2-3 തരം ചട്നിയൊക്കെ ഉണ്ട്. എല്ലാം കൊണ്ടും നല്ല രസമാണ് കേട്ടോ. അവിടുത്തെ ഫുഡ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എന്തായാലും. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ചതിന് ശേഷം നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും മുഖത്തും കാണാൻ തന്നെ അറിയാലോ, നല്ല ഹാപ്പിയാണ്. നല്ല ടേസ്റ്റുള്ള ഫുഡുമായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവസാനം ചെറിയൊരു മിൻറ്റ് ലൈമും കൂടിയും കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ബായ്.